എന്നെ കൊണ്ട് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ. അപ്പം ഞായറാഴ്ചയായിട്ട് ഞാൻ ഇന്നിപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ആഴ്ച ഞാൻ സ്പെഷ്യലായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ ഓർത്തു ഓക്കെ വാഴയില വെട്ടിയിട്ട് വാഴയിലയിൽ ചോറുണ്ടാകുന്നത്. കാര്യം ഇവിടെ ഇപ്പോൾ വാഴയില കൊണ്ട് കൂടുതൽ അത്ര വലിയ പ്രയോജനമൊന്നും നമുക്ക് ഇല്ലല്ലോ. കാര്യം നമ്മൾ വേറെ ഒന്നും അധികം ഉണ്ടാക്കുന്നൊന്നുമില്ല വാഴയില വെച്ചിട്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ ചോറുണ്ണുമ്പോഴത്തേക്കും വാഴയില വെട്ടിയിട്ട് ചോറുണ്ടായി. അപ്പോൾ ഞാൻ ഇത്തവണ ഒരു നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി. സാമ്പാറിൻ്റെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടുന്ന് തന്നെ ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ചമ്പാവരി ചോറ്, പിന്നെ സാമ്പാർ, അതിൻ്റെ കൂടെ ചിക്കൻ നിങ്ങൾക്ക് അറിയാമല്ലോ സ്ഥിരമുള്ളതാണ്. കാര്യം കുട്ടികളുടെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ എയർ ഫ്രൈ ചെയ്തത്, പിന്നെ ആ സ്പിനാച്ച് ഉണ്ടല്ലോ അത് നമ്മുടെ യാർഡിൽ നിന്ന് തന്നെ പറിച്ച സ്പിനാച്ചാണ് കേട്ടോ. അപ്പോൾ ചീര മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി, പിന്നെ വെണ്ടക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ എന്തായിരുന്നു, പിന്നെ ഞാൻ ഇഞ്ചി തൈരെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ. അതിങ്ങനെയല്ല കേട്ടോ, അമ്മ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ചൊരു ഫ്ലേവർ കൂടുതലാണ്. ഞാനപ്പോൾ എന്താ പറയുക, ഇഞ്ചി, പച്ചമുളക്, പെപ്പർ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് തൈരിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് ദഹിക്കാനും ദഹനത്തിനൊക്കെ നല്ല നല്ല സാധനമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതുകൂട്ട് ചോറുണ്ടാൽ നമ്മൾ വേറെ ഒന്നും വേണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബൈ.